ഒരു ഡെബ്യൂ സിനിമ ചെയ്തു കഴിഞ്ഞു, പടം വിജയിച്ചു, അടുത്ത സിനിമയുമായി എന്തൊക്കെ പറഞ്ഞാലും ഒരു ഡെബ്യൂ സിനിമ ചെയ്ത് 2-3 സിനിമയായി കഴിഞ്ഞാൽ മലയാളം എന്ന് പറഞ്ഞാൽ അനുഗ്രഹീതരായ കലാകാരന്മാർ നിറഞ്ഞ ഒരു ഭാഷയാണ്. യെസ്. അപ്പോൾ എത്ര സിനിമ ചെയ്താലും നമുക്ക് സൂപ്പർ സ്റ്റാർസിനെ വെച്ച് സിനിമ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്കൊരു വെള്ളിത്തൂവൽ തന്നെയാണ്. എത്രത്തോളം അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്? ഒരു മമ്മൂക്കയുടെ സിനിമ, ലാലേട്ടൻ്റെ പടം, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. നമുക്ക് അവരൊക്കെ വെച്ച് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് എക്സ്പെക്റ്റേഷൻ ലെവൽ ഭയങ്കര ഹൈ ആയിരിക്കും. അവർക്ക് അഭിനയിക്കാൻ, ആ സിനിമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് അഭിനയിക്കാൻ അറിയാത്തതുകൊണ്ട് സിനിമ മോശമായി എന്ന് ആരും പറയില്ല. തെറി വിളിക്കാൻ പോകുന്ന ലക്ഷോപലക്ഷം ഫാൻസും പ്രേക്ഷകരും തെറി വിളിക്കാൻ പോകുന്നത് സംവിധായകനായിരിക്കും. അപ്പോൾ നമ്മൾ ഇവരെയും കൊണ്ട് പോകുമ്പോൾ നമ്മൾ മലയാള സിനിമയിലെ എന്ന് മാത്രമല്ല ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ആർട്ടിസ്റ്റുകളുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് അഭിനയിക്കാൻ അറിയുന്നത്. അപ്പോൾ അവരെ വെച്ചൊരു സിനിമ ചെയ്ത് മോശമാക്കുന്നതിലും ഭേദം ചെയ്യാതിരിക്കുന്നതാണ്. അത് ഞാൻ പറയാൻ കാരണം എൻ്റെ അടുത്ത് അവരുടെ അടുത്തേക്ക് പോകാൻ പാകത്തിലുള്ള ഒരു സൂപ്പർ സ്ക്രിപ്റ്റ് ഇതുവരെ റെഡി ആയിട്ടില്ല. അപ്പോൾ സൂപ്പർ സ്റ്റാർസിൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മളൊരു സൂപ്പർ സ്ക്രിപ്റ്റുമായിട്ട് പോകണം. അതാണ് എൻ്റെ കോൺസെപ്റ്റ്. എന്നാവുന്നു അപ്പോൾ പോകും, ഒരിക്കലും ആയില്ലെങ്കിൽ പോവുകയില്ല. അതല്ല അതിൻ്റെ ഒരു രീതി. വെൽ സെഡ്.